CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളത്ത് ഉജ്ജ്വല സമാപനം. 10,000-ലേറെ വരുന്ന റെഡ് വോളണ്ടിയർമാരുടെ മാർച്ചും പ്രകടനത്തോടും കൂടിയായിരുന്നു സമാപനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനീതി ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകൂ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കുന്നംകുളത്തിന് അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കിക്കൊണ്ടായിരുന്നു റെഡ് വോളണ്ടിയർ മാർച്ച്. 10,000-ലേറെ വരുന്ന റെഡ് വോളണ്ടിയർമാരും ആയിരക്കണക്കിന് വരുന്ന പൊതുജനങ്ങളും മാർച്ചിൽ പങ്കെടുത്തപ്പോൾ കുന്നംകുളത്തിന് അതൊരു നവ്യാനുഭവമായി. ചെറുവത്തൂർ ഗ്രൗണ്ടിലെ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനിധി ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ മറ്റെല്ലായിടങ്ങളിലുമുള്ള കാര്യം കേരളത്തിൽ അനുവദിച്ചുകൂടെ എന്ന ചോദ്യം സ്വാഭാവികമായി ഞങ്ങൾ നേരിട്ടു. എന്തു ചെയ്യും? വേണ്ടാന്ന് നോക്കണോ? അത് അനുവദിക്കുന്നതാണ് നല്ലത് എന്ന നിലപാട് ഞങ്ങളെടുത്തു. അനുവദിക്കുമ്പോൾ കേരളത്തിൻ്റെതായ പ്രത്യേകതകൾ സൂക്ഷിക്കണം. ആ പ്രത്യേകതകളിലൊന്ന്, ആ രംഗത്ത് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യനീതി ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കാനാവണം. വെറും കച്ചവട മനസ്ഥിതിയോടെ സമീപിക്കുന്ന നിലവരരുത്. അതിനുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ടാവുക എന്താണ് പ്രധാനം. ഫെബ്രുവരി 9, 10, 11 തീയതികളിലായി നടന്ന തൃശൂർ ജില്ലാ സമ്മേളനം KV അബ്ദുൽ ഖാദറിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 46-അംഗ ജില്ലാ കമ്മിറ്റിയെയും 32-അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ഐക്യകണ്ഠേനയാണ് തെരഞ്ഞെടുത്തത്. ഗുരുവായൂർ മുൻ MLA കൂടിയായ KV അബ്ദുൽ ഖാദർ CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. 46-അംഗ ജില്ലാ കമ്മിറ്റിയിൽ 10 പേർ പുതുമുഖങ്ങളാണ്. 6 പേർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി. കൈരളി ന്യൂസ്, തൃശൂർ.